ഹലോ ഗൈസ്, ഞങ്ങൾ പൂപ്പലി കാണാൻ ഇറങ്ങിയതാ. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളെങ്കിലും മക്കളെ ഓടുന്നത് സെൻട്രൽ ബേക്കറിക്കാ. ഇതാ നല്ല കോഫിയും പഴംപൊരി സമോസ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരെ വിശപ്പില്ലായിരുന്നു. കഴിച്ചോ എന്ന് കുറേ പറഞ്ഞത്. വേണ്ട, അവർക്ക് സെൻട്രൽ ബേക്കറിയിൽ നിന്ന് തന്നെ കഴിക്കണം. എന്തായാലും കഴിക്കട്ടെ, വേഗം പോവാലോ. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട്. എനിക്ക് എൻട്രൻസ് എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്ക് റഷായിരുന്നു. ഉള്ളിൽ കയറിയിട്ടാണ് ഞാൻ ആ എൻട്രൻസ് ബാഗൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ പൂപ്പലി കണ്ടവർക്കറിയാം, എൻട്രൻസിൻ്റെ ഭാഗത്തൊന്നും ചേഞ്ചസ് ഒന്നുമില്ല, അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മെല്ലെ നടക്കാനായിട്ട് തുടങ്ങി. ഇന്ന് സെക്കൻഡ് ഡേ ആണ്, പക്ഷേ സെക്കൻഡ് ഡേ ആണെങ്കിലും നല്ല തിരക്കുണ്ട്. സ്റ്റാർട്ടിങ്ങിലേ വന്നാൽ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷേ അങ്ങനെയൊന്നുമില്ല, നല്ല തിരക്കായിട്ടുണ്ട്. വെക്കേഷൻ ടൈം കൂടിയല്ലേ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ നട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മക്കളതൊക്കെ നോക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിൽ മക്കളെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്കായതുകൊണ്ട് നല്ല ടെൻഷനിലാണ്. കുട്ടികളെ മിസ്സാവോ. ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ മൈക്കിൽ വിളിച്ച് പറയുന്നതുകൊണ്ട് കുട്ടികൾ മിസ്സാവുന്നുണ്ടെന്ന്. സോ ഞങ്ങളതൊക്കെ കണ്ട് മെല്ലെ മെല്ലെ നടക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്കറിയാം ഫുള്ള് പൂക്കളും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഫുൾ നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പൂപ്പൊലീനെയാണ് കാണുന്നത്. മക്കളെന്തായാലും നടക്കുകയാണ്. ഇത് മുൾച്ചെടിയാണ് കേട്ടോ. അത് എല്ലാ പ്രാവശ്യവും പൂപ്പൊലിയിൽ ഉണ്ടാവാറുണ്ട്. ഇവരിങ്ങനെ നല്ല വെട്ടി അങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇത് പിന്നെ നമ്മളവിടെയൊക്കെ കാണുന്ന ആ ഒരു റെഡ് ഇതൊക്കെ ആയിട്ടുള്ള ആ ഒരു കുഞ്ഞു പൂക്കൾ. പിന്നെ പുല്ലിലൊക്കെ ഒന്ന് ഇരുന്ന് അവിടെ നിന്നൊക്കെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തു ഞങ്ങൾ. സൂര്യകാന്തിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം പറിച്ച് കഴിഞ്ഞിരുന്നു. രണ്ടാമത്തെ ചെറിയ ചെറിയ പൂക്കൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല തിരക്കാണ്, കണ്ടില്ലേ. അതുകൊണ്ട് ശരിക്കും പ്രോപ്പറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു അവോക്കാഡോ സിറ്റി അമ്പലവയൽ, ഇപ്പോൾ നമ്മൾ അമ്പലവയൽ അങ്ങനെയായിട്ടും അറിയപ്പെടുന്ന ആനക്കൊണ്ട, അതായിരുന്നു ഏറ്റവും രസം ഉണ്ടായിരുന്നത്. മോളൊക്കെ അത് കണ്ടിട്ട് ആകെ ഇങ്ങനെ സർപ്രൈസായിട്ട് നിൽക്കുകയായിരുന്നു. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് പണ്ടൊക്കെ ബോൾ ചെടി എന്നായിരുന്നു പറയല്. ബോൾ പോലെ ഉണ്ടാവും അതിൻ്റെ കായ കാണാനായിട്ട്. ഇതൊരു ചെടിയാണ്. അത് ആ സൈഡിലൂടെ മൊത്തം നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കടലാസ് പൂവ്, അതും ഇതേപോലെ ഒരു ഏരിയ മൊത്തം കടലാസ് പൂവിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 2 കളറിലുള്ള കടലാസ് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സും അതിനിടയിൽ പാറി പറക്കുന്ന ഓരോ ബട്ടർഫ്ലൈസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും അടിപൊളിയായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ കുറച്ച് ലോങ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റ് കിട്ടിയിട്ടില്ല, എങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ തടാകത്തിൻ്റെ അടുത്തെത്തി. അവിടെ അതാ നമ്മുടെ അരയന്നങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണെങ്കിൽ ഇവിടെയൊക്കെ ലൈറ്റ് വെച്ചിട്ട് കാണാൻ അടിപൊളിയായിരിക്കും. നമ്മൾ പിന്നെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ കയറിയതാണ്, പക്ഷേ എന്നിട്ടും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. ആ കാണുന്ന യന്ത്രനാളിൻ്റെ അവിടെ വരെ നമുക്ക് പോകണം. പക്ഷേ തിരക്ക് കാരണം നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള പൂപ്പൊലി വെച്ചിട്ട് ഇപ്രാവശ്യതാണ് കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ളതെന്ന്. കുറച്ച് ഏരിയയും കൂടുതലുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് ആണെങ്കിലും മൊത്തത്തിൽ എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ളത് ഇപ്രാവശ്യത്തെ പൂപ്പൊലിയാണെന്ന് തോന്നുന്നു. ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈസ് കാണാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. കുറേ നേരം ഞങ്ങൾ ആ ബട്ടർഫ്ലൈസിനെ തന്നെ നോക്കി നിന്നു. എന്നിട്ടാണ് മക്കൾ അവിടെ നിന്ന് വരുന്നത് തന്നെ. പിന്നെ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ പുല്ലും ചെടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഇത് നേരെ ചെന്നെത്തുന്നത് കുട്ടികളുടെ പാർക്കിലോട്ടാണ് കേട്ടോ. അതിൻ്റെ സൈഡിൽ നമ്മൾ ആ കുഞ്ഞു വെള്ളത്തിൻ്റെ നല്ല വാട്ടർ ഡാൻസിങ് ഒക്കെ ഉണ്ട്.
ഇവർ മെയിനായിട്ട് ലക്ഷ്യമിട്ട് പോകുന്നത് യന്ത്രഊഞ്ഞാലിൻ്റെ അടുത്തേക്കാണ്. അല്ലാതെ നടക്കൊന്നുമല്ല, അവർക്കൊന്നും കാണുമൊന്നും വേണ്ട. അവർക്ക് മെയിനായിട്ട് അവിടെ എത്തിയാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് സ്പീഡിൽ പോവുകയാണ് അവർ. വേറെ ഒന്നും ശരിക്കും നോക്കുന്നില്ല, ഇടയിൽ കാണുന്ന ഓരോന്ന്. പിന്നെ കാട്ടിപ്പോത്തുണ്ടായിരുന്നു, അത് കാണാൻ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ കരടി, അതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പം ഏകദേശം വെളിച്ചമൊക്കെ മാറി ഇരുടായി തുടങ്ങുന്ന, അതുകൊണ്ട് കുറച്ച് രസമുണ്ട് കേട്ടോ. ഇട്ടത് കാണാനാണ് ശരിക്കും നല്ല ഭംഗിയുള്ളത്. പിന്നെ നമ്മളെ കടുവയുടെ നല്ല നല്ല ഗുഹയും കല്ല് വെച്ചുണ്ടാക്കിയ ഗുഹയൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇതാ നമ്മൾ കരടീൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഒരു എഴുന്നേറ്റ് നിൽക്കുന്ന കരടി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് ഫ്ലവറിൻ്റെ അടുത്തുനിന്ന് ഞാനും മക്കളും ഉപ്പയും ഉമ്മയൊക്കെ കൂടി ഒരു സെൽഫി എടുത്ത്. പിന്നെ നമ്മൾ ചെറിയ ആ 10 മണിപ്പൂക്കൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഇരുടായി തുടങ്ങി കേട്ടോ. നമ്മളെ ആദിവാസികളെ സൂചിപ്പിക്കുന്ന രീതിയിൽ നല്ല രസമുള്ളൊരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, വളരെ മനോഹരമായിട്ട്. നമ്മളെ വയനാട്ടിൽ ഏറ്റവും കൂടുതലും ആദ്യമായിട്ട് വന്ന ആൾക്കാരും അവരാണല്ലോ. അവരെ ബഹുമാനിച്ചുകൊണ്ടാണ് ആ ഒരു പ്രതിമ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ പാർക്കെത്തി. പിന്നെ നടക്കാനുള്ള സ്ഥലമല്ല, അവരെങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിലൂടെ പോയി ഫുള്ള് കളിയായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു, അവരതിലൂടെ ഓടി കളിക്കുന്നതായിരുന്നു. ഇപ്രാവശ്യവും പാർക്കിലും ഇതുവരെ കാണാത്ത 1-2 റൈഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും അവർ ഓടി ഒന്ന് കയറി ഇറങ്ങി. ഇതൊന്ന് വേഗം ഇറങ്ങിയാലാണല്ലോ നമുക്ക് യന്ത്രഊഞ്ഞാലിൻ്റെയും മറ്റുള്ളവർക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാത്തിലും ഒന്ന് വേഗം സ്പീഡിൽ കയറി വേഗം ഇറങ്ങിയിട്ടുണ്ട് അവിടേക്ക് പോകാനായിട്ട്. പിന്നെ നമ്മൾ നേരെ എല്ലാ പ്രാവശ്യമുള്ള കുറച്ച് പ്രാവുകളും മുയലുകളും കോഴികളും
താറാവുകളും ആ സെക്ഷനിലോട്ടെത്തി. അത് നമുക്ക് പോപ്പലിൽ എപ്പോൾ പോയാലും കാണാം കേട്ടോ. അത് അവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് എല്ലാ പ്രാവശ്യത്തെയും പോലെ. അപ്പം അതിനെയൊക്കെ കണ്ട് ആ സൈഡിലൂടെ അങ്ങനെ നടന്നു. നമുക്കിത് നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ടും നമ്മളെ തൊട്ടടുത്തായതുകൊണ്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. എന്നാൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ശരിക്കും ഇത് നല്ല കൗതുകമുള്ളൊരു കാഴ്ച തന്നെയായിരിക്കും. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ നല്ല രസത്തിലൊരു ഹാർഡ് ഷേപ്പിലൊരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശരിക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് മീനുകളെയൊക്കെ കണ്ട്. ഈ മീനുകളെ നമുക്ക് അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ. നമുക്ക് അവരെ നമ്പറിൽ വിളിക്കാം. അവിടെ അതിനായിട്ട് ഹെൽപ്പ് ലൈനിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അവരെ കണ്ട് വാങ്ങിക്കാം. അങ്ങനെ നല്ല ഇരുടായി തുടങ്ങി, നല്ല രസമായി തുടങ്ങി, ലൈറ്റൊക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ നടക്കാൻ തുടങ്ങി. ഏകദേശം ഞങ്ങൾ സ്റ്റാളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാളിലൊന്നും കയറാൻ പറ്റുമോ അറിയില്ല, അത്രയ്ക്ക് തിരക്കാണ് കാണുന്നത്. മോളത്ര ദൂരം നടന്നപ്പോൾ തന്നെ സൈഡായി. പിന്നെ ഉമ്മയുള്ളതുകൊണ്ട് അവളെ എടുത്ത് നടക്കുകയായിരുന്നു. ഉള്ളിൽ റോബോട്ടിക്സ് ഉണ്ടായിരുന്നു. അത് മക്കൾക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടല്ലേ കാണുന്നത്. നീലഗിരി കോളേജിൻ്റെ വകയായിരുന്നു ആ റോബോട്ട്സ്. അവർ കോഴ്സിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ കോഴ്സായിട്ട് വരുന്നുണ്ട് അത്ര. അതിനെക്കുറിച്ചൊരു എക്സിബിഷൻ ആയിരുന്നു. ശരിക്കും മനോഹരമായിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്റ്റാളിൻ്റെ ഉള്ളിലെ അവസ്ഥ. ഒന്ന് കാല് കുത്താൻ പോലും ആയ അത്രയ്ക്ക് തിരക്കാണ്. എന്തൊക്കെയോ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ തിരക്ക് കാരണം ഒന്നും പറ്റിയില്ല. പിന്നെ നേരെ വിട്ടു റൈഡിലോട്ട്. ഞങ്ങളും കയറി റൈഡിനകത്ത്. എനിക്കും ഉമ്മാക്കും നല്ല പേടിയായിരുന്നു, പക്ഷെ മക്കൾക്ക് ഒരു പേടിയില്ല. അവർ നല്ല ചില്ലായിരുന്നു. പിന്നെ നേരെ പ്രോഗ്രാംസ് തുടങ്ങി. ദ ഫോഗ്രാഫർ എന്ന് പറഞ്ഞ ടീമിൻ്റെ ആയിരുന്നു പ്രോഗ്രാം. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി പ്രോഗ്രാമായിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെയും അപ്പുറത്തേക്കായിരുന്നു അവരെ പ്രോഗ്രാം. പിന്നെ കുറേ നേരം അവിടെ തന്നെ പ്രോഗ്രാംസൊക്കെ എൻജോയ് ചെയ്ത് അവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ. ലൈറ്റിങ്ങും കളറിങ്ങും സ്റ്റേജും ഒക്കെ ആയിട്ട് എല്ലാ പ്രാവശ്യത്തിനേക്കാളും അടിപൊളിയായിട്ടായിരുന്നു ഇപ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സൂര്യനും ചന്ദ്രനും ഒന്നായവരെ ആരം കാത്തുവച്ച രക്ഷകനെ സ്വംഭരകരെ ഞങ്ങൾ കണ്ണനായി വന്നവരെ എങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. കാണാനും കേൾക്കാനൊക്കെ പറ്റി. എന്നാലും ഫ്രണ്ടത്തെ വൈബ് കിട്ടൂലല്ലോ.